ഹലോ എവരി വൺ, ഏൺസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഒരു ചിത്രം പോലെ HSST ഫിസിക്സിന്റെ വിജ്ഞാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ HSST ഫിസിക്സിന്റെ ഒരു വിജ്ഞാപനം ഇപ്പൊ വരുന്നു എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു നോളജ് നമുക്ക് കിട്ടിയത്. നമ്മൾ HSC ഫിസിക്സ് ഒക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കുറെ കാലമായി ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു HSC ഫിസിക്സിന്റെ. അതിനൊക്കെ മറികടന്നിട്ടാണ് ഈ HSST ഫിസിക്സിന്റെ ഒരു വിജ്ഞാപനം ഉടനെ വരുന്നു എന്നുള്ള ഒരു വാർത്ത വന്നത്. നമുക്ക് December 30th കൂടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവും ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഒരു വിൻഡോ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ്, സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ്, ഈ പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, സർക്കാർ പറയുന്നത് എന്താണ്? നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട, യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് എക്സാം. നമ്മൾ നിർത്തിവെക്കേണ്ട ആ പഠനം അങ്ങനെ തന്നെ തുടരൂ, അങ്ങനെ തന്നെ നിങ്ങൾ ലിസ്റ്റിലേക്ക്. നമുക്കും അതൊരു ഉപകാരമാണ് അല്ലെ? അടുത്തൊരു ഫിസിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാം, PG ലെവൽ എക്സാം പെട്ടെന്ന് തന്നെ വിളിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉപകാരമാണ്. അതായത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിലും ഡോക്യുമെന്റ്സിലും നമുക്ക് വന്നിട്ടുള്ള ചെറിയ ചെറിയ പാകപ്പിഴകൾ, നമ്മുടെ അശ്രദ്ധ കാരണം വന്നിട്ടുള്ള തെറ്റുകൾ, ഇതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് നമുക്കിതാ വേറൊരു പരീക്ഷ, നിയമന സാധ്യതകൾ കുറച്ചും കൂടിയും ഉള്ള ഒരു പരീക്ഷ, ഒരു നോട്ടിഫിക്കേഷൻ, അധ്യാപനം എന്നുള്ള മഹത്തായ ഒരു പ്രവൃത്തി അല്ലെ, ഒരു ജോലിക്ക് അപ്പുറം അത് വലിയൊരു ഇതാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു കാൽവെപ്പ്, അതിനൊക്കെയുള്ള ഒരു പരീക്ഷ, ഒരു നോട്ടിഫിക്കേഷൻ ഇതാ വരുന്നു. അതാണ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു അറിവ്, ന്യൂസ് എന്ന് നമുക്ക് പറയാം. അപ്പോ ആക്ച്വലി പഴയൊരു ലിസ്റ്റ് നിലവിലുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. 2024 5-ാം മാസം 28-ാം തീയതിയാണ് ആ ലിസ്റ്റിൽ നിന്ന് അവസാനമായി ഒരു അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോ നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് സത്യത്തിൽ കുറച്ച് പേര് നിയമിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മൾ അതൊരു ഇതായിട്ട് എടുക്കരുത്. കാരണം ഒരു മാസ് റിട്ടയർമെന്റ്, ഒരുപാട് പേര് റിട്ടയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോ ആ സമയത്ത് ആ ലിസ്റ്റിന്റെ കാലാവധി കഴിയുകയും ഇപ്പോൾ നടക്കുന്ന ഈ പരീക്ഷയുടെ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരികയും നമ്മൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും ആ ഒരു ഈ ലിസ്റ്റിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സെഷനില് അതിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്താണ് ഈ ഒരു HSST ഫിസിക്സിന്റെ ആ ഒരു സിലബസ്, എന്തൊക്കെ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്, നിയമനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് റെഡിയാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം, എവിടുന്ന് പഠിച്ചു തുടങ്ങണം, എന്ത് പഠിച്ചു തുടങ്ങണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോ അതിനു മുന്നേ അക്കാഡമിനെ കുറിച്ച് ഒരു 2 വാചകം പറയാൻ ആഗ്രഹിക്കുന്നു. ഏൺസ്റ്റ് അക്കാഡമി ഒരുപാട് ഫസ്റ്റ് റാങ്കുകളും സെക്കൻഡ് റാങ്കുകളും തേർഡ് റാങ്കുകളും ഒക്കെ, അതിൽ പുറമെ ഒരുപാട് റാങ്കുകൾ, അതർ റാങ്ക്സ്, ബട്ട് ഇമ്പോർട്ടന്റ് റാങ്ക്സ് ആർ ആക്ച്വലി നോട്ടിഫൈഡ് ഹിയർ. നല്ലപോലെ എല്ലാ കോഴ്സുകളിലും മികവ് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കും HSST ഫിസിക്സ് എന്ന കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ ഒരാളായി മാറാവുന്നതാണ്. HSST ഫിസിക്സിന്റെ കോഴ്സിന്റെ എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് അക്കാഡമിയിലോട്ട് കോൾ ചെയ്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. നല്ല പോലത്തെ ക്ലാസ്സുകളും ഇതുപോലത്തെ ക്ലാസ്സുകൾ, അതുപോലെ റെക്കോർഡഡ് സെക്ഷൻസ്, ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് സെഷൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാം ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉറപ്പായും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ടീച്ചേഴ്സുമായിട്ട് എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ടുകൾ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ഈ ഒരു സ്ലൈഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള റിസൾട്ടുകളിൽ നിങ്ങൾക്കും പങ്കാളികളാവാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായും ഏൺസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ പ്രധാനപ്പെട്ട ആള് അല്ലെ, HSST 2025 നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ്. ഒരിക്കൽ കൂടി പറയണം, കാരണം നമ്മളെല്ലാവരും അത്രയും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു HSST നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നുള്ള അറിവ് പുറത്തു വരുന്നത്. വളരെ ആകസ്മികമായിട്ടാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ അത് നല്ലതാണ് പഠിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HSO ഫിസിക്സും അതുപോലെ HSO ഡോക്യുമെന്റ്സ് ഒക്കെ പഠിച്ച് ഏകദേശം ഒക്കെ കഴിഞ്ഞ് പുസ്തകം നമ്മൾ ആൻസർ കീ ഒക്കെ നോക്കുന്നു അല്ലെ,
പ്രൊഫഷണൽ ആൻസർ കീ വരുന്നു, നമ്മൾ നമ്മുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തട്ടിച്ചു നോക്കുന്നു. അപ്പോഴൊക്കെ നമുക്ക് ചില തെറ്റുകളൊക്കെ പറ്റി അയ്യോ കഷ്ടായി അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ. നമ്മൾ പഠനം നിർത്തേണ്ട ആവശ്യമില്ല, പഠനം തുടരണം, ഇനിയും പഠിക്കണം, ഇനിയും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള 2025 നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റണം, ഒരു സർക്കാർ ജോലിയിൽ കയറി പറ്റണം. വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു സാലറി പാക്കേജ് ആണ് HST ഫിസിക്സിന് ഉള്ളത്. മാത്രമല്ല നേരിട്ട് എന്താണ് ഒരു ഗസറ്റഡ് പോസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ. ഒരു പച്ചമഷി കൊണ്ട് ഒപ്പിടാൻ, നമ്മുടെ ഒപ്പിന് ഒരു പച്ചമഷിയിൽ നമുക്ക് ആ ഒരു അവസരം അറ്റസ്റ്റ് ചെയ്യാൻ നമ്മളെ കാത്തു നിൽക്കുന്ന ആൾക്കാര്. ഇതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ ദിവസവും ഇത് ആലോചിക്കണം. അപ്പോഴാണ് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ. ഓഫ് കോഴ്സ് നമ്മളിപ്പോ പല മോട്ടിവേഷൻസും എക്സ്റ്റേണൽ മോട്ടിവേഷൻസ് നമ്മൾ ഒരുപാട് കേൾക്കൂല്ലേ. എക്സ്റ്റേണൽ ആയിട്ടുള്ള റീസണുകൾ, എക്സ്റ്റേണൽ അവർ നമ്മളെ മോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മോട്ടിഫൈ ചെയ്യുന്നു, നമ്മുടെ പുറത്തുള്ള ആൾക്കാര്, പാരന്റ്സ്, വീട്ടിലുള്ളവര്. ഇതൊന്നുമല്ലാതെ ഇന്റേണൽ ആയിട്ടുള്ള മോട്ടിഫിക്കേഷൻ ആണ് കൂടുതൽ എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതാണ് കൂടുതൽ അർത്ഥവത്തും കൂടുതൽ ഫലം ചെയ്യുന്നതും അതാണ് എന്ന് നമുക്ക് അതാണ് സത്യത്തില്. നമ്മൾ പുറത്തുനിന്ന് എത്ര ആര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്താലും ഇന്റേണൽ ആയിട്ടുള്ള നമ്മളൊരു ഇൻഫ്ലുവൻസ് നമ്മൾ അത് നേടണം എന്ന് നമ്മൾ ഉറച്ചു തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തി അത് വേറെയാണ്. പിന്നെ ഇന്നോ നാളേക്കോ വെക്കാതെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അത് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് സ്റ്റഡി എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ആക്ച്വലി പുറത്ത്, അതായത് വി ഹാവ് ടു ബി ഇൻ എ സൊസൈറ്റി. പുറത്തുള്ളവരെല്ലാവരും നമ്മൾ ഓരോ PSC എക്സാമിന്റെ ലിസ്റ്റ് വരുമ്പോഴും റിസൾട്ട് വരുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പേരല്ലേ അതിനു വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും അതിലൊരു ഘടകമാവണമെങ്കിൽ നമ്മളൊരു സെൽഫ്, അതായത് സ്വയം നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. അതേഴ്സായിട്ടൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ബട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മളിൽ തന്നെ നമ്മളൊരു കോമ്പറ്റീഷൻ ലെവൽ, ഇന്ന് ഞാൻ ഇത് പഠിച്ചിരിക്കും, ഇന്ന് നമുക്കിത് നേടണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മിങ് ടു ദ HST ഫിസിക്സ്, SO ഫിസിക്സിന്റെ സിലബസ് നമ്മൾ കണ്ടതാണ് അല്ലെ. SO ഫിസിക്സിന് 10 പേപ്പറുകള്, 10 മൊഡ്യൂളുകള്, 10x10 100 മാർക്ക് അല്ലെ. നിയമന സാധ്യതകൾ ഉണ്ട് ഇല്ല എന്നല്ല. എല്ലാ PSCകളിലും ഇപ്പൊ പൊതുവെ വരുന്നൊരു പ്രവണത ആദ്യത്തെ 20ലോ 25ലോ റാങ്കിലോ ഉള്ളിൽ വരണം, നമ്മൾ സേഫാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ PSC ഒക്കെ ആണെങ്കിൽ ശരി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള PSCകളിൽ നമ്മൾ ഒന്ന് പേടിക്കുക തന്നെ വേണം. അപ്പൊ ഈ ഒരു 25-നുള്ളിൽ ഞാൻ വരുമെന്ന് ഇത് പഠിക്കുന്ന ഓരോരുത്തരും സത്യത്തിൽ മനസ്സിൽ വിചാരിച്ചാൽ ഉറപ്പായി നമുക്ക് ആ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് എത്താൻ തന്നെ സാധിക്കും. കാരണം സത്യമായിട്ടും SO ഫിസിക്സിനേക്കാൾ നിയമന സാധ്യതകൾ ഈ HST 2025 വിളിക്കുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ്, HST ഫിസിക്സിന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ SO ഫിസിക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമുക്കറിയാം അല്ലെ, SO ഫിസിക്സില് MSc ഫിസിക്സ് മാത്രം ഉള്ളവർക്കായിരുന്നു അപ്ലൈ ചെയ്യാൻ. MSc ഫിസിക്സ് ഉള്ളവർ അല്ലെ, MSc ഫിസിക്സ് ഉള്ളവരാണ് SO ഫിസിക്സിനും SO ഡോക്യുമെന്റ്സിനും അപ്ലൈ ചെയ്യാൻ സർക്കാർ നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോഴേ ആക്ച്വലി ഒരു 7000 ഒക്കെ ആയിരുന്നു അവിടുത്തെ നമ്മുടെ ആ ഒരു നമ്പർ. പിന്നീട് അത് കൺഫർമേഷൻ കൊടുത്തപ്പോൾ പിന്നെയും ഒരു 1000 ഒക്കെ കുറഞ്ഞു. ഒരു 6000 പേരൊക്കെ പരീക്ഷ എഴുതിയ ഒരു നോട്ടിഫിക്കേഷൻ ആണ് SO ഫിസിക്സിന്റെ. അതിന്റെ റാങ്ക് ലിസ്റ്റിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ നിലവിലുണ്ട് റാങ്ക് ലിസ്റ്റ്. എങ്കിലും ഒരുപാട് ഇപ്പൊ 22, 23 ഒക്കെയാണ് അതിന് നിയമനം ഇപ്പൊ നിൽക്കുന്നത് ആ ഒരു ലെവലിലാണ്. അതിനൊക്കെ എന്തായാലും സാധ്യത ഈ നമ്മുടെ HST ഫിസിക്സിനുണ്ട്. മാത്രമല്ല ക്വാളിഫിക്കേഷനിൽ MSc ഫിസിക്സ് മാത്രം കഴിഞ്ഞവര് ഇത്രയും പേര് അപ്ലൈ ചെയ്തു. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അപ്പോ ഒന്നും കൂടിയും ക്വാളിഫിക്കേഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ ആൾക്കാരുടെ എണ്ണം എങ്ങനെയായിരിക്കും? MSc ഫിസിക്സ് കഴിഞ്ഞിരിക്കണം, പിന്നെ B.Ed ഉണ്ടായിരിക്കണം, പിന്നെ സെറ്റ് എക്സാം, കേരള സർക്കാർ നടത്തുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാം പാസ്സായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇപ്പൊ ഒരു സെറ്റ് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സെറ്റ് എക്സാം പാസ്സാവുന്നവർക്ക് ആക്ച്വലി ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരിക്കും. അപ്പൊ ആ പരീക്ഷയും നിങ്ങൾ നല്ലപോലെ നോക്കണം. അത് കഴിഞ്ഞ് ഉടനെ HST, എന്തൊരു ഭാഗ്യമുള്ള
ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലോട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. ആ സെറ്റ് നേടുന്നു, ഉടനെ HSSTക്ക് അപ്ലൈ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ എങ്കിൽ ആ സമയത്ത് ഉടനെ നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ പരീക്ഷ എഴുതുന്നു, റാങ്ക് ലിസ്റ്റ് കയറുന്നു, ജോലി കിട്ടുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ആണ് അവിടെ. അപ്പൊ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് HSST ഫിസിക്സിന്? നോക്കൂ, മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, PG വേണം, 50% മാർക്കിൽ കുറയാത്ത കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച അല്ലെങ്കിൽ ഈക്വലന്റ് സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി കേരളയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു MSc ഫിസിക്സ് ആ കുട്ടി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി കഴിഞ്ഞിരിക്കണം. പിന്നെ കൺസേൺഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ BEd. അപ്പൊ നമുക്ക് ഫിസിക്സ് ആകുമ്പോൾ വി വിൽ ബി ഹാവിംഗ് BEd ഇൻ ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസിൽ നമുക്ക് BEd ഉണ്ടായിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ്? കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, അല്ലെങ്കിൽ കേരളം അംഗീകരിച്ച അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഈക്വലൻസി കിട്ടിയ ഏതെങ്കിലും പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും BEd കുട്ടിയെടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ 1 PG MSc, 2 BEd. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിൽ കൂടി നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് പറഞ്ഞു പോവാണ്. 1 MSc, പിന്നെ 1 BEd, പിന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് conducted by Government of Kerala or by the agency authorized by the state government. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് പാസ് ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ HSST ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ അപ്ലൈ നൗ എന്ന നമ്മുടെ പ്രൊഫൈലിലെ ആ ഒരു നീല ബട്ടൺ അമരണമെങ്കിൽ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം. അതായത് MSc ഫിസിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഞാൻ BEd കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, എനിക്ക് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ് ആവാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഈ HSST ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഇതെല്ലാം പാസ്സായിട്ടുണ്ടായിരിക്കണം. ഇനി ഞാൻ ഒരു കാര്യത്തിലോട്ട് പോകുന്നു. ഈ സെറ്റ് എക്സാം, അതായത് MSc ഫിസിക്സ് BEd സെറ്റ് എക്സാം പാസ് ആയിട്ടില്ല ഞാൻ, എങ്കിൽ പോലും എനിക്ക് MEd ഉണ്ട്. അതായത് BEd എടുത്തു കഴിഞ്ഞാൽ BEdന്റെ PG ആണ് എന്ത്? MEd അല്ലെ? മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, MEd. ആ MEd ഉണ്ട്. അത് കേരളം അംഗീകരിച്ച ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലോ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് MEd ഉണ്ട്. അവർക്ക് എന്തില്ല? സെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോ MSc ഇൻ ഫിസിക്സ്, അതുപോലെ തന്നെ BEd, അതുപോലെ തന്നെ MEd ഉള്ള ഒരാൾക്ക് സെറ്റ് ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ HSST ഫിസിക്സ് എന്ന് പറയുന്ന കോഴ്സല്ല, ഈ ഒരു പോസ്റ്റിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? അപ്പോ MSc ഫിസിക്സ്, BEd, MEd. ഇനിയോ സെറ്റ് ഇല്ല, പക്ഷേ ഈ പറയുന്ന ഉദ്യോഗാർത്ഥിക്ക് PhDയോ MPhilോ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പോ ഉണ്ടെങ്കിൽ മതി. സെറ്റ് ഇല്ലെങ്കിലും MPhil ഉണ്ടെങ്കിൽ, അതായത് MSc ഇൻ ഫിസിക്സ്, ഓക്കെ, BEd ഉണ്ട്, MPhil ഇൻ ഫിസിക്സ്, MPhiലും ഉണ്ട്. ഈ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? HSST ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, സെറ്റ് ഇല്ലെങ്കിലും MPhil ഉണ്ടായാൽ മതി. ഇനി വേറൊരു ഉദ്യോഗാർത്ഥിയുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. MSc ഫിസിക്സ്, അതുപോലെ തന്നെ ആള് BEd കഴിഞ്ഞിട്ടുണ്ട്, ആൾക്ക് സെറ്റും ഉണ്ട്, MPhiലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫൈങ് ആയിട്ട് കണക്കാക്കി MPhil ഒരു നോൺ ക്വാളിഫൈങ് ഡിഗ്രി ആയി അവിടെ പരിഗണിക്കുന്നതാണ്. ഓക്കെ, അതായത് സെറ്റ് ഉണ്ട്, സെറ്റും ഉണ്ട്, ആൾക്ക് MPhiലും ഉണ്ട്. അപ്പോ നമുക്ക് സെറ്റ് വരെ you are able to apply for the post of HSST physics, and this MPhil is considered as a non-qualifying degree. You will be awarding additional marks. That is, for MPhil there will be 2 marks. ഇനി ആൾക്ക് സെറ്റും ഉണ്ട്, PhDയും ഉണ്ട് എങ്കിൽ 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എവിടെ എത്തും? ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവര് റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മുന്നിലെത്തും അല്ലെ? അവിടെ നമ്മൾ മാർക്കുകളും പോയിന്റുകൾ തമ്മിലാണ് നമ്മൾ അവിടെ ഇങ്ങനെ മത്സരം നടക്കുന്നത്. അപ്പൊ ഒരുപാട് മുന്നിലെത്തി.
ഇനിയോ ഈ ആൾക്ക് എംഫിലും PhD ഉണ്ടെങ്കിലോ 5 മാർക്കാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ അയാൾ റാങ്ക് ലിസ്റ്റിൽ എത്ര മുന്നിലെത്തും മറ്റുള്ളവരെക്കാൾ. അതുപോലെ തന്നെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ മീൻസ് PDF ആണെങ്കിൽ അവിടെയും 2 മാർക്ക് ആൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോ MSc ഫിസിക്സ്, B.Ed അതുപോലെ തന്നെ സെറ്റ് ആണ് ഇതിന്റെ അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷൻ എങ്കിലും എംഫിലോ PhDയോ ഉള്ളവർ ഇപ്പോഴൊക്കെ ഇന്നത്തെ ഒരു സോഷ്യൽ സിനാറിയോ വെച്ചിട്ട് എല്ലാവർക്കും ആക്ച്വലി എംഫിലിന്റെ കാലാവധി കഴിഞ്ഞു ഇല്ലേ? പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം 2023 കൂടി സർക്കാരല്ല നമ്മളോട് പറഞ്ഞു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇനി എംഫിലിന് അഡ്മിഷൻ നടത്തേണ്ടതില്ല. എംഫിൽ നിർത്താൻ പോകുന്നല്ല, എംഫിൽ നിർത്തി. ഇനിയിപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് PhD ആണ് അവൈലബിൾ ആയിട്ട് എടുക്കാവുന്ന ഒരു നോൺ ക്വാളിഫയിങ് ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു PhD എടുക്കണമെങ്കിൽ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് നെറ്റ് അല്ലെ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് എഴുതുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് JRFനാണോ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് JRFും അതുപോലെ തന്നെ ഈ പറയുന്ന നെറ്റിനുമാണോ, അതായത് പിന്നെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് PhD ഒൺലിക്കാണോ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമ്മളിപ്പോ ആ ഒരു നെറ്റ് JRF എക്സാമുകളെ തിരിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. ആയതുകൊണ്ട് ഈ 3rd കാറ്റഗറി PhD ഒൺലി എങ്കിലും പാസ്സായവർക്ക് PhD എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇനി ഭാവിയിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ നയങ്ങളൊക്കെ മാറി മറിഞ്ഞു. നമ്മളിപ്പോ ഇത് പറയാൻ കാരണം എംഫിൽ ഇനി എടുക്കാൻ സാധ്യമല്ല. എംഫിൽ എടുത്തവര് 2023 കൂടി എംഫിൽ എടുത്ത് അവസാനിപ്പിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് 2 മാർക്ക് എക്സ്ട്രാ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഉറപ്പായും കിട്ടുന്നതായിരിക്കും. പക്ഷെ സെറ്റ് ഒരു ക്വാളിഫയിങ് ഡിഗ്രി ആയിട്ട് അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പറയുന്ന അതായത് പരീക്ഷ 2023 12-ാം മാസം അല്ലെ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 05/12/2023. നിലവിലെ ഒരു ലിസ്റ്റ് ഉണ്ട് അല്ലെ, ഒരു വർഷം മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് നിലവിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോ ആക്ച്വലി നമ്മുടെ സർക്കാർ വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദ നെക്സ്റ്റ്, അതായത് ഈ ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കുമാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു പരീക്ഷ 2025 ഒരു ഡിസംബറിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ പരീക്ഷ. അപ്പൊ പരീക്ഷ വന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇട്ട് അതിനുശേഷം ഇന്റർവ്യൂ ഒക്കെ നടത്തി അല്ലെ, ഇന്റർവ്യൂവിന് മാർക്സ് ഒക്കെ ഉണ്ട്, ഇന്റർവ്യൂ ഒക്കെ നടത്തി ഒരു ഫൈനൽ ലിസ്റ്റ് ഇട്ട് വരുന്ന സമയമാവുമ്പോഴേക്കും എന്താണ്, ഈ ഇപ്പൊ നിലവിലുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവിടെ അവസാനിക്കും. കറക്റ്റ് നമ്മൾ അതിന്റെ ട്രാക്കിലാണ്. അപ്പൊ ഇപ്പോഴൊക്കെ നമുക്ക് പണ്ടത്തെ പോലെ PSC എപ്പോഴോ നടന്നു, പിന്നെ ഏതെങ്കിലും കാലത്ത് നമ്മൾ മറന്ന സമയത്തായിരിക്കും അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതും, നമ്മൾ ലിസ്റ്റിലുണ്ടോ നോക്കാൻ പോലും നമ്മൾ മറക്കുന്നു. ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു, ആ കാലങ്ങളൊക്കെ ഒന്നുമല്ല. ഇപ്പൊക്കെ കറക്റ്റായി പറഞ്ഞ ദിവസം പരീക്ഷ നടത്തുന്നു, പറയുമ്പോൾ തന്നെ ലിസ്റ്റ് വരുന്നു അല്ലെ, നിയമനങ്ങൾ നടക്കുന്നു, എല്ലാം നല്ല ചടപടേന്നാണ് കാര്യങ്ങളൊക്കെ. അപ്പോ അതുകൊണ്ട് നമുക്കൊരു PSCക്ക് ശ്രമിക്കുന്നത് കൊണ്ടും അതിന് കഷ്ടപ്പെട്ട് 100% അല്ല 150% നമുക്ക് അതിലൊരു ഇൻപുട്ട് കൊടുക്കുന്നതിലും നമുക്ക് തെറ്റൊന്നും സത്യത്തിലില്ല. കാരണം നമ്മൾ ഒരു എയ്ഡഡ് നിയമനത്തിന്റെയും ആ ഒരു കുരുക്കിൽ പെടാതെ, ഇപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് അല്ലെ എയ്ഡഡ് നിയമനങ്ങൾക്ക് നമുക്ക് ഒരു എന്താ പറയാ ഒരു പക്ഷെ നമുക്ക് അതിന്റെ റിസ്കില് നമുക്ക് പെടാതെ ഒരു നേരിട്ട് ഈവൻ തോ എത്ര ഏജ് ആയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മളിപ്പോ കുറെ പേര് ഈ പറയുന്ന കുറെ സ്കൂളുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ ഇനിയാണ് ഒരു HST ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന് ശ്രമിക്കണമെങ്കിലും കുഴപ്പമില്ല. കാരണം വി ആർ ആക്ച്വലി ഇൻ വർക്കിംഗ് പൊസിഷൻ. നമ്മൾ ഇനി ആ ഒരു പോസ്റ്റിലോട്ട് ശ്രമിക്കുന്നു, നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാപിറ്റേഷൻ ഫണ്ടും അവിടെ മുടക്കാതെ നമുക്കൊരു സർക്കാർ ശമ്പളം വാങ്ങാൻ വി ആർ ഇൻ സേഫ് സോൺ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ് ആക്ച്വലി. അതുകൊണ്ട് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ നമ്മൾ പുറത്ത് പറയുന്ന എന്താ പറയാ ഒരുപാട് അല്ലെ, ഇതിന്റെ അങ്ങനെയാണത്ര ഇങ്ങനെയാണത്ര എന്ന് പറഞ്ഞ് പുറമെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പിന്തിരിപ്പിക്കാണ്ടാവും. അതൊക്കെ മറന്നു കളയുക. നമ്മൾ നല്ല പോലെ പഠിക്കുക. ഈ SO ഫിസിക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം, അത് ഫുള്ളായി വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ അപ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വരും. നല്ലപോലെ പഠിക്കണം ഉറപ്പായും. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റിലെത്താൻ ഉറപ്പായും സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു നിയമന നില എന്ന് പറയുന്നത്. പോസ്റ്റിംഗ് ഇങ്ങനെയാണ്. ഒരു വർഷം ആക്ച്വലി ഈ നടന്നിട്ട് 1 വർഷം ആയിട്ടേ ഉള്ളൂ ഈ സംഭവം ലിസ്റ്റ് ഒക്കെ വന്നിട്ട്. ഇതിന് ആക്ച്വലി 3 വർഷമാണല്ലേ ഒരു ലിസ്റ്റിന്റെ കാലാവധി.
അപ്പൊ കറക്റ്റ് ഒരു വർഷം നമ്മൾ എക്സാം എഴുതുന്നു, അടുത്ത കുറച്ചൊരു 5-6 മാസത്തിനുള്ള ഇന്റർവ്യൂ, അതിന് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എന്താണ് കറക്റ്റായി ഈ ലിസ്റ്റിന്റെ കാലാവധി അവിടെ തീരും. നമ്മൾ ആ ഒരു ഫ്രഷ് ആയി ലിസ്റ്റിലേക്ക് കടന്നു വരുന്നു, ഒരുപാട് റിട്ടയർമെന്റുകൾ നടക്കുന്നു, നമ്മളും ഒരു HSST ഫിസിക്സ് ഒരു ഗസറ്റഡ് ലെവലിലുള്ള ഒരു ജോലിയിലേക്ക് കടക്കുന്നു. ഇങ്ങനെയായിരിക്കണം നമ്മുടെ അത്ര മനോഹരമായ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു സ്വപ്നത്തിന്റെ ഒരു സ്ട്രാറ്റജി ഇനിയുള്ള ദിവസങ്ങളിൽ. ഓക്കെ, ഇനി അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ്, പോസ്റ്റൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കമ്മിങ് ടു, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, നമ്മുടെ ആ ഒരു നിയമന നില എന്താണ്, എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് സൊസൈറ്റിയിൽ, അതായത് ഫിസിക്സ് സംബന്ധിച്ചിടത്തോളം നിയമനങ്ങളൊക്കെ എവിടെ എത്തി, എന്തൊക്കെ സ്ഥിതിഗതികള് എന്നൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ബോധോടാവണം. അപ്പോ അതൊക്കെ നമ്മൾ ഏകദേശം നോക്കി, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് സിലബസ് ആണ് വേണ്ടത്. SO ഫിസിക്സില് ഫുൾ സബ്ജക്ട് മാത്രമേ ഉള്ളെങ്കിലും ഇവിടെ BEd ഉള്ളത് കൊണ്ട് BEd ഒരു ക്വാളിഫിക്കേഷൻ 30 മാർക്കാണ്. 7 × 10 70 മാർക്കാണ് സബ്ജക്റ്റിന്. കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ ഒരു 43-44 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അതായത് ഒരു 60-50 മാർക്ക് ഉണ്ടെങ്കിൽ, അപ്പൊ അന്നത്തെ ഒരു 2023 ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ, ആ പരീക്ഷയിൽ ആക്ച്വലി ഈ ഒരു ലെവലാണ്. അപ്പൊ ഒരു 65 മാർക്ക്, അപ്പൊ ഒരു 65 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക് ആക്ച്വലി 70 വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ 65 വേണ്ട, നമുക്കൊരു 60 മാർക്ക് 70 കിട്ടി എങ്കിൽ നമ്മൾ വി ആർ ഇൻ സേഫ് സോൺ. കാരണം ഒരു 30 മാർക്ക് അത് ആ ഭാഗം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം BEdന്റെ പോർഷൻസും 30 മാർക്കാണ്. അവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു ഗതി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ആ BEdന് വരുന്ന റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് ഈ സെഷനിൽ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജനറൽ നോളേജ്, ഇന്ന് മുതൽ നമ്മൾ ആ ഒരു രാവിലെ ന്യൂസ് പേപ്പർ വരുമ്പോൾ നമ്മൾ വായിക്കാതെ വിടുന്ന സംഭവം, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ആക്സസിബിലിറ്റി ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്, ഒരുപാട് GKs കറക്റ്റ് ആയിട്ട് അന്ന് തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ കറക്റ്റ് 1-2 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമ്മളവിടെ 1 വർഷം 1.5 വർഷം അല്ലെ GK. അപ്പൊ ഇന്ന് തന്നെ അത് ആ ഒരു ശീലം തുടങ്ങിയാൽ മതി. രാവിലെ നമ്മൾ ഇത്രയും നോക്കും, ഇന്നവ് ചെയ്യും എന്നുള്ള ആ റുട്ടീൻ നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോ കമ്മിങ് ടു ദ സബ്ജക്ട് പാർട്ട്, സബ്ജക്റ്റിന്റെ ഒരു രീതിയിലോട്ട് വരുമ്പോ അവിടെ വരുന്നത് 10 പേപ്പറുകൾ, 7 മാർക്ക് ഒരു പേപ്പറിന്. അപ്പോ ഈ പറയുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ഒന്നാമത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ നമ്മൾ പണ്ട് ഈ നോട്ടീസുകളിലൊക്കെ എഴുതും ലാസ്റ്റ് അല്ലെ, ഇത് പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് നിർവാഹമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ PSC സിലബസ് വരുമ്പോൾ ലാസ്റ്റിലിടും, നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ PSCക്ക് അനുവാദമുണ്ട് എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല ഇന്നത്തെ. അങ്ങനെയൊക്കെ നമ്മൾ ഇടുമെങ്കിലും കറക്റ്റ് ആയിട്ട് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആക്ച്വലി 7 മാർക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ 7 മാർക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെയാണ്. അപ്പൊ അത്രയും നല്ലോണം അറിവോട് കൂടി നമ്മൾ എഴുതാൻ പോകുന്ന ഒരു പരീക്ഷ. ആ 7 മാർക്കില് ആക്ച്വലി ഒരു 5-6 മാർക്ക് നമ്മൾ ഈ ഒരു സെഷനിൽ വാങ്ങണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഇല്ലേ ഓരോ സെഷനിലും മിനിമം മാർക്ക്, ഇപ്പൊ സെറ്റ്, കേട്ടറ്റ് മുതലായ പരീക്ഷകൾ കിട്ടിയാലാണ് ഫൈനലായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വേണം ഓരോ പേപ്പറും നിങ്ങൾ റെഡിയാക്കാൻ. അതായത് ഇപ്പൊ ഈ ഒരു പേപ്പറിന് 7 മാർക്കാണ് വരുന്നതെങ്കിൽ അതിൽ ആക്ച്വലി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന നമ്മുടെ ഒരു പൊസിഷൻ നിർണ്ണയിക്കുന്നത് ഒരു 3 മാർക്ക് വാങ്ങിയ കുട്ടിയും 2 മാർക്ക് വാങ്ങിയ കുട്ടിയും, അതല്ല ഒരു 6 അല്ലെങ്കിൽ 5 മാർക്ക് വാങ്ങിയ കുട്ടിയും അല്ലെ, അവർ തമ്മിലാണ് ഒരു ഇത് വരുന്നത്. അപ്പൊ ഓരോ പേപ്പറിലും നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ലെവൽ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം. 7-ൽ ഒരു 5 എണ്ണമോ അല്ലെങ്കിൽ ഒരു 6 എണ്ണമോ എഴുതാൻ ഉറപ്പായും സാധിക്കണം. ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ആ ഒരു സിലബസ് നോക്കൂ. നമ്മുടെ സ്ഥിരമായിട്ടുള്ള കൺസ്ട്രെയിനുകൾ അല്ലെ, കൺസ്ട്രെയിൻസ് എന്താണ്, ഒരു മോഷനിൽ വരുന്ന കൺസ്ട്രെയിൻസ് എന്താണ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ കുറിച്ചിട്ട് എന്താണ്, ഡി-എൽബർട്ട്സ് പ്രിൻസിപ്പിൾ, ആ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഡി-എൽബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്നതാണ്. പിന്നെ നമ്മുടെ വരുന്നു ലഗ്രാഞ്ചീസ് ഇക്വേഷൻ. എന്താണ് ലഗ്രാഞ്ചീസ് ഇക്വേഷൻ
അല്ലെ? എന്താണ് ഒരു സിസ്റ്റത്തിന്റെ ലെഗ്രാഞ്ചിയൻ? നമ്മളിപ്പോ അതിൽ നമ്മൾ MSc പഠിക്കുന്ന കാലത്തെ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ, അല്ലെ, ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ, ഒരു സ്പെരിക്കൽ പെൻഡുലത്തിന്റെ ഒക്കെ നമ്മൾ ഈ പറയുന്ന സിമ്പിൾ ലെഗ്രാഞ്ചിയൻ ഒക്കെ നമ്മൾ എഴുതി പഠിച്ചിരുന്നു. ലെഗ്രാഞ്ചിയൻ നമ്മൾ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ് ആണ് ഈ പറയുന്ന ലെഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്, അല്ലെ? അതൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. നമ്മൾ ഉപാധ്യായുടെ ബുക്കിൽ എടുത്ത് ഫസ്റ്റ് ലൈനുകളൊക്കെ വായിച്ച് അന്ന് MSc പഠിച്ചതാണ്. പിന്നെ വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യൽസ്, ആ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ എന്താണ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്? അത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. പിന്നെ കെപ്ലർ പ്രോബ്ലം അവിടുന്ന് വരാം. അതുപോലെ തന്നെ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ നോക്കൂ. അപ്പോ 1, 2, 3, 4, 5 ആ ഒരു ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ പഠിക്കണ്ടോ? ലേണേഴ്സ് അക്കാഡമിയിലെ ക്ലാസ്സുകളും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് MSc അങ്ങോട്ട് വാരി വലിച്ച് പഠിക്കുന്ന ഒരാൾ സത്യത്തിൽ നമ്മളൊരു വിഡിത്തരാണ് ആക്ച്വലി ചെയ്യുന്നത്. കിട്ടിയ കയ്യിലുള്ള കണ്ടന്റ് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങരുത്. യു ഹാവ് ടു ബി ഫോക്കസ്ഡ്, അല്ലെ? നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം പഠിക്കാൻ. ഏത് ഭാഗത്തും ചോദ്യങ്ങൾ വരുന്നു, ഏത് ഭാഗം ഫോക്കസ് ചെയ്യണം. അപ്പൊ ലേണേഴ്സ് അക്കാഡമിയിലെ ക്ലാസ്സുകൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകള്, അതിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചു ശീലമുള്ള, എങ്കിൽ പോലും ആ മറ്റു ഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലും ഇപ്പോഴൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ ഫോർ എ ലീനിയർ ഓസിലേറ്റർ, പിന്നെ ഓയിലേഴ്സ് ആംഗിൾ എന്താണ്, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, കൊറിയോളിസ് ഫോഴ്സ്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എന്താണ് കൊറിയോളിസ് ഫോഴ്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ്, ഇതൊക്കെ നമ്മുടെ ആ ഒരു മെയിൻ സ്ട്രീമിലുള്ള ഭാഗങ്ങളാണ്. ലാസ്റ്റ് ഒരു മൊഡ്യൂള് നമ്മൾ ഒരു പഠിക്കുന്ന കാലത്ത് നമ്മൾ ഓടിച്ചിട്ട് പഠിച്ച ഭാഗങ്ങളായിരിക്കും. ലിമിറ്റ് സൈക്കിൾ എന്താണ് കയോസ്, ലോജിസ്റ്റിക് മാപ്പ് എന്താണ് എന്നുള്ള ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ അരുൾദാസ് സാറിന്റെ ബുക്കിൽ നിന്നായിരിക്കും അന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ പുസ്തകങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ആക്ച്വലി ഈ പുസ്തകങ്ങളിലെ കണ്ടന്റുകളായിരിക്കും നമുക്ക് അതേപോലെ അതായത് ഇപ്പൊ നമ്മുടെ പുതിയ ടെക്നോളജീസ് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് ഗൂഗിൾ ചെയ്ത് ഒരു കാര്യം കണ്ടുപിടിക്കാൻ നല്ലത് തന്നെയാണ് നമുക്ക് ഒരു പരിധി വരെ. പക്ഷെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കുന്നതിന് അതിന് സത്യം പറഞ്ഞാൽ നല്ലൊരു ഇഫക്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അതേ കാര്യങ്ങൾ പഠിച്ചുണ്ടാക്കുന്നു. അത് പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടി കൂടുതൽ നമ്മൾ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ചെയ്യുക, ചാറ്റ് GPT യൂസ് ചെയ്യുക. അതിലൊക്കെ നമുക്കൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ഉപാധ്യായുടെ സാറിന്റെ ബുക്കിന്റെ നല്ലൊരു ബുക്കാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. പഴയൊരു ബുക്കാണ്. നല്ല സ്റ്റാൻഡേർഡ് സെന്റൻസുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമ്പിളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതും അതല്ലാതെ ഈ കയോസ് ഒക്കെ നമ്മൾ ഈ അരുൾദാസ് സാറിന്റെ ബുക്കിൽ നിന്നാണ് നമ്മൾ നോക്കാറ്. അതിലൊക്കെ ജസ്റ്റ് കാര്യങ്ങൾ, അതായത് കണ്ടന്റുകൾ മാത്രം പറഞ്ഞു പോയാൽ മതി. അരുൾദാസ് സാറിന്റെ ബുക്കിൽ നിന്നുള്ള കയോസ് എന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഈ പറയുന്ന നമ്മുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്, ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ക്ലാസിക്കൽ മെക്കാനിക്സ് ഇന്ന് കഴിഞ്ഞ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. Constraints on a simple pendulum with rigid support is ഒരു സിമ്പിൾ പെൻഡുലം വിത്ത് എ റിജിഡ് സപ്പോർട്ട്. ഇവിടെ വരുന്ന കൺസ്ട്രെയിൻ ഏത് സ്വഭാവമുള്ള ആളാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യത്തിന്റെ ഒരു സ്വഭാവം എന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. കൺസ്ട്രെയിൻ ഓൺ എ സിമ്പിൾ പെൻഡുലം വിത്ത് റിജിഡ് സപ്പോർട്ട് ഒരു ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണോ, അതൊരു നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണോ, അതൊരു റിയോനോമസ് കൺസ്ട്രെയിൻ ആണോ, ഹോളോണോമിക് ആൻഡ് സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻ ആണോ? അപ്പൊ കൺസ്ട്രെയിനെ കുറിച്ച് നമുക്ക് ഒന്ന് അറിയണം, അല്ലെ? കൺസ്ട്രെയിൻ എന്താണ്, അല്ലെങ്കിൽ എത്ര കാറ്റഗറി കൺസ്ട്രെയിൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണം. അതായത് കൺസ്ട്രെയിൻസ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിൻസ്, അതുപോലെ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷൻ വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ്. ഇക്വേഷൻ രൂപത്തിൽ, അതായത് ഈക്വൽ ടു ഇല്ലാതെ വരുന്ന കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ബേസ്ഡ് ഓൺ ടൈം നമ്മൾ കൊടുക്കുന്ന ഒരാളാണ് റിയോനോമസ് കൺസ്ട്രെയിൻസും സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻസും.
റിയോനോമസ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് റിയോനോമസ് കൺസ്ട്രെയിൻ ആണ്. അതുപോലെ തന്നെ സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ദേ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടൈം. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിമ്പിൾ പെൻഡുലം സപ്പോർട്ടഡ്, ഇറ്റ് ഈസ് ഹാവിങ് എ റിജിഡ് സപ്പോർട്ട്. അങ്ങനെ റിജിഡ് സപ്പോർട്ടിൽ നിൽക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ എ ഹോളോനോമിക് ആസ് വെൽ ആസ് സ്ക്ലീറോനോമസ് കൺസ്ട്രെയിൻ. ദാറ്റ് ഈസ്, ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഫോം ഓഫ് ഇക്വേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഫാക്ടർ ടൈം. ദാറ്റ് ഈസ് option D is the right answer. It is holonomic and it is does not depend on the factor time. ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന രീതി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിന്റെ എക്സാമ്പിൾ. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി. പഠിക്കാൻ നല്ല രസകരമായ ഒരു മേഖലയാണ്. അതായത് ഒരുപാട് നമ്മളിങ്ങനെ കണ്ടന്റുകൾ തപ്പിപ്പോണ്ട ആവശ്യമില്ല. അതായത് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്താത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതിൽ അത് ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടി വെക്ടേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ടെൻസറുകളെ കുറിച്ചും ടെൻസേഴ്സിനെ കുറിച്ചും മെട്രിക്സുകളെ കുറിച്ചും അല്ലെ ഒക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള അറിയാം എന്നുള്ള ധാരണയിലാണ് അവർ ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഫൊറിയർ സീരീസ്, ഫൊറിയർ ഇന്റഗ്രൽ, ഫൊറിയർ ട്രാൻസ്ഫോം എന്നൊക്കെ ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു ഫൊറിയർ സീരീസിന്റെ ഒരു ഭാഗത്തുനിന്ന് വന്ന ഒരു ടോപ്പിക്കാണ്, കണ്ടന്റ് ആണ്. ഫൊറിയർ സീരീസ് പഠിച്ച അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മേഖലയിൽ നിന്ന് വന്നു കണ്ടിരിക്കുന്നത്. ഫൊറിയർ സീരീസ് ഇമ്പോർട്ടന്റ് ആയ സെഷൻ ആണ്. അടുത്തൊരു ഭാഗം നോക്കൂ, ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ, ഡെൽറ്റ ഫംഗ്ഷൻ. ഇത് ഒരു ചെറിയ ഭാഗമാണ്. ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്, ന്യൂമാൻ ഫംഗ്ഷൻ, spherical Bessel function, legendary polynomials, generating function, recurrence relation, Rodrich's formula, orthogonality, associated legendary polynomial, spherical harmonics, Hermite polynomials, Laguerre polynomials. ഇതെല്ലാം കൂടി നമ്മൾ MSc-ക്ക് ഒരൊറ്റ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ മൊഡ്യൂളിന്റെ പേര്? സ്പെഷ്യൽ ഫങ്ഷൻസ് എന്നാണ് ആ മൊഡ്യൂളിന്റെ പേര്, അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കീറാമുട്ടിയ ഒരു ഭാഗമായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ ഓരോ പ്രൂഫുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. കാരണം ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ആദ്യം പഠിക്കണ്ടായിരുന്ന ബെസൽ ഫംഗ്ഷൻ ആയിരുന്നു. ആ ബെസൽ ഫംഗ്ഷന്റെ ഇക്വേഷൻ അറിയണം, അല്ലെ? അതിന്റെ സൊല്യൂഷന്റെ ഫോം എങ്ങനെയാണെന്ന് അറിയണം. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ പ്രൂഫുകൾ വരും. അത് ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ റെക്കറൻസ് റിലേഷൻ, അതായത് റെക്കറന്റ് ചെയ്ത് വരുന്ന റിലേഷന്റെ ഫോം എങ്ങനെയാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഓർത്തോഗണാലിറ്റി റിലേഷൻ പഠിക്കണം. പിന്നെ അതുമായിട്ട് വരുന്ന ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം എന്ന് നമ്മുടെ പഠിപ്പിക്കുന്ന സാറുമാര് പറയും കൂടി ചെയ്യുമ്പോൾ നമ്മൾ കടന്ന് ആ ഒരു ബുക്കിലെ അല്ലെ എല്ലാ പ്രൂഫുകളും ഏകദേശം നോക്കി ഏത് വരുമോ എന്ന് പേടിച്ച് നമ്മൾ ഭയപ്പെട്ടിരുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഫങ്ഷൻസ് ടീച്ചറുടെ സിലബസിൽ. എങ്കിൽ പോലും ഈ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് ഈ ഒരു PSC ലെവലിലേക്ക് വരുമ്പോൾ അവർ അത്ര വലുതായൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഈ നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന ഈ ബെസൽ ഫംഗ്ഷൻ 1, 2 നമ്മുടെ ലെജൻഡ്രെ പോളിനോമിയൽ 2, പിന്നെ 3 ഹെർമൈറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹെർമൈറ്റ് പോളിനോമിയൽ, 4 ലാഗുറെ പോളിനോമിയൽസ്. ഇത് അങ്ങോട്ട് നല്ലപോലെ പഠിച്ചാൽ അവരുടെ റോഡ്രിക്സ് ഫോർമുലയാണ് കുറച്ചും കൂടി ഇവർക്ക് PSC-ക്ക് താല്പര്യമുള്ള മേഖല. അത് പഠിച്ചാൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന 1 or 2 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ, ഡെൽറ്റ ഫംഗ്ഷൻ ഇതെല്ലാം പഠിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ അവസാനം കാണുന്ന 3 ആൾക്കാരാണ് ഇത്, അല്ലെ? അതിൽ നമ്മൾ ഗാമ ഫംഗ്ഷൻ എന്താന്നുള്ളതും അതുപോലെ ബീറ്റ എം കോമ എൻ ഈസ് ഈക്വൽ ടു ഗാമ എം ഇൻറ്റു ഗാമ എൻ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് എം പ്ലസ് എൻ എന്നുള്ള പ്രൂഫൊക്കെ നമ്മൾ അരച്ച് കലക്കി കുടിച്ചിട്ടേ പോവാറുള്ളൂ. കാരണം ഇത് ഉറപ്പായും ചോദിക്കുന്ന ഒരു പ്രൂഫാണ്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫംഗ്ഷൻസ് പഠിച്ചു കഴിഞ്ഞ ആൾ പഠിക്കുന്ന പിന്നത്തെ ചെറിയൊരു ഭാഗമാണ് ഈ ഗാമ ഫംഗ്ഷനും ബീറ്റ ഫംഗ്ഷൻ, ഡെൽറ്റ ഫംഗ്ഷൻ. ഉറപ്പായും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്.
അതിനുശേഷം വരുന്ന മേഖല നോക്കൂ, കോഷി റീമാൻ കണ്ടീഷൻ. വി ആർ മൂവിങ് ടു കോംപ്ലക്സ്, അല്ലെ? കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കുണ്ട്. ആ കോംപ്ലക്സ് അനാലിസിസിൽ വരുന്നതാണ് ഈ കോഷി റീമാൻ കണ്ടീഷൻ എന്താണ്, അതായത് അനലിറ്റിസിറ്റി നോക്കാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോഷി റീമാൻ കണ്ടീഷൻ. അതുപോലെ തന്നെ ആ കോഷി ഇന്റഗ്രൽ തിയറം എന്താണ്, ഇന്റഗ്രൽ ഫോർമുല എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ലോറന്റ് എക്സ്പാൻഷൻ നമ്മൾ ചെയ്യുക, ഒരു ഫംഗ്ഷന്റെ നമുക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ സിംഗുലാരിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക, അതുപോലെ റെസിഡ്യൂ എങ്ങനെയാ കാണുക, അല്ലെ? 2π into sum of residues എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലകളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നമ്മൾ പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഫങ്ഷൻസ്, അതുപോലെ കോംപ്ലക്സ് അനാലിസിസ്, അതുപോലെ തന്നെ ഫൊറിയർ. പിന്നെ ഉറപ്പായും നമ്മൾ മെട്രിക്സുകൾ, അതായത് ഹെർമിഷ്യൻ മെട്രിക്സ് എന്താണ്, ആന്റി ഹെർമിഷ്യൻ മെട്രിക്സസ് എന്താണ്, ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ ജനറൽ ആയിട്ടൊന്ന് പഠിക്കണം. അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ ഇൻഡിപെൻഡന്റ് നമ്പർ ഓഫ് കമ്പോണൻസ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക, അതിനുള്ള ഇക്വേഷൻ എന്താണ്, ഓക്കെ, മെട്രിക്സ് എന്താണ്, ടെൻസർ എന്താണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം PG ലെവലുള്ള സിലബസ് ആണ്, കുട്ടി അതൊക്കെ നോക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ തന്നെയായിരിക്കും അവരിവിടെ അത് ഇടാതിരുന്നത്, ബോധപൂർവ്വം തന്നെയായിരിക്കും. അപ്പൊ അത് നമ്മൾ എന്തായാലും നോക്കണം. കാരണം വെക്ടറും സ്കെയിലാറും ടെൻസറും മെട്രിക്സ് ഒക്കെ അറിയുന്ന ഒരാളല്ലേ ഈ ഒരു മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒക്കെ പഠിക്കുള്ളൂ. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ കാണാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഐഗൻ വാല്യൂ കാണാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അതൊക്കെയാണ് ആ ഒരു മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഐഡിയ. നോക്കൂ, മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ഒരു എന്താ പറയാ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബുക്കാണ് ആഫ്റ്റർ ആൻഡ് വെബർ. അത്ര എളുപ്പത്തിൽ ആള് വഴങ്ങില്ല. നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ വായിച്ചാൽ പിന്നെ ആക്ച്വലി വേറൊരു ബുക്ക് വായിക്കാൻ നമ്മൾ താല്പര്യപ്പെടില്ല. അത്രയും നല്ലൊരു ബുക്കാണ് ഈ ആഫ്കൻ ആൻഡ് വെബറിന്റെ ബുക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ടത്തെയൊക്കെ കുറച്ചും കൂടി നല്ല ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ബുക്കാണ് ആഫ്കൻ, വെബർ ആൻഡ് ഹാരിസ് എന്ന് പറയുന്ന പുതിയൊരു ബുക്ക്. പണ്ടത്തെ ബുക്ക് ആഫ്കൻ ആൻഡ് വെബർ മാത്രമായിരുന്നു. അതുപോലെ തന്നെ HK ദാസിന്റെ ബുക്കും നമുക്ക് ഒരുപാട് കുറെ പ്രോബ്ലംസും കുറെ ഇമ്പോർട്ടന്റ് റിസൾട്ടുകളും ഒക്കെ ഉള്ള ഒരു ബുക്കാണ് HK ദാസിന്റെ ബുക്ക്. പിന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആളാണ് സത്യപ്രകാശിത ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഈ ബുക്ക്, അല്ലെ? നമ്മൾ പഠിക്കുമ്പോൾ സമയത്ത് ഒരു 500 രൂപ കൊടുത്താൽ മതി, ഈ പുസ്തകം കൈ കിട്ടും. ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്, പെർട്ടർബേഷൻ തിയറി ഇതിനെ കുറിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പ്രോബബിലിറ്റി അതിനെ കുറിച്ചിട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട്, ക്വാണ്ടം മെക്കാനിക്സ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട്, ഓഫ് കോഴ്സ് മാത്തമാറ്റിക്കൽ ഫിസിക്സും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട നമ്മളൊക്കെ ഒരു ധൈര്യത്തിന് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്, നല്ലൊരു ബുക്കാണ് ഈ സത്യപ്രകാശ് സാറിന്റെ ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഓക്കെ, നോക്കൂ, കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഹെർമൈറ്റ് പോളിനോമിയലിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത്. അപ്പൊ നോക്കൂ, ഹെർമൈറ്റ് പോളിനോമിയൽ H3 of x is equal to എന്താണ്? 8x³ - 12x. H1 H2 H3 H4 ഒക്കെ പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് H3 of 0 is equal to ആണ് 8 into 0 - 12 into 0. നമ്മുടെ സിലബസിന്റെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിന്റെ സെഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആയിരുന്നു നമ്മൾ അതിലെ കണ്ടന്റുകളും അതിന്റെ ബുക്കുകളും അതിലെ ക്വസ്റ്റ്യൻസും ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അടുത്തൊരു ഭാഗം നമ്മുടെ സിലബസിൽ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ അതിൽ ഫെക്റ്റിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഓപ്പാമ്പ്, അല്ലെ? ഓപ്പാമ്പ് വളരെ ബേസിക് ആയ ഒരു കാര്യമാണ്. ഓപ്പാമ്പ് ഇഷ്ടം പോലെ, അതായത് ആക്ച്വലി മെയിൻ കണ്ടന്റ് ഓപ്പാമ്പ് തന്നെയാണ്. ആക്ച്വലി ബേസിക് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് തുടങ്ങി നമ്മൾ ഓപ്പാമ്പ് ബേസ്ഡ് എസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ഷിമിറ്റ് ട്രിഗർ, ഇവിടം വരെ ആക്ച്വലി എന്താണ് ഓപ്പാമ്പ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഫോട്ടോ ഡിറ്റക്ടറുകൾ എന്താണ്, ഫോട്ടോ ഡയോഡ് എന്താണ്, സോളാർ സെൽ എന്താണ്, വളരെ രസകരമായി നമുക്ക് പഠിക്കാവുന്ന ഒരു ഏരിയ ആണത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് മോഡുലേഷന്റെ കാര്യം, ഡീമോഡുലേഷന്റെ കാര്യം, അതുപോലെ തന്നെ പൾസ് കോഡ് മോഡുലേഷൻ, VHF, UHF, മൈക്രോവേവ് സിസ്റ്റംസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന സിലബസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രോണിക്സിൽ നോക്കൂ, ഇലക്ട്രോണിക്സ് നമുക്ക് മേത്തല ബുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഓപ്പാമ്പ് എന്ന് പറയുന്ന ഒറ്റ കാര്യം നമുക്ക് പഠിക്കാൻ എന്താണ്? ഗെയ്ക്വാദിന്റെ ബുക്ക് നമുക്ക്
ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കാണ് ഗെയ്ക്വാദിന്റെ ബുക്ക്. നല്ലൊരു ടെക്സ്റ്റ് അല്ലെ, നമ്മുടെ അംഗീകാരമൊന്നും വേണ്ട, അത് നല്ലപോലത്തെ ഒരു ബുക്കാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തൊരു ബുക്ക് തന്നെയാണത്. അപ്പൊ ഇത് കഴിഞ്ഞ തവണത്തെ എക്സാമിന് നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ജെഫെറ്റിന്റെ with a short drain current IDSS is equal to 10 milliampere. It has a drain current ID is equal to 4.9 milliampere. Gate source voltage VGS is equal to minus 1.8 volt. Minimum drain source voltage at which the drain current becomes constant is എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? IDSS തന്നിട്ടുണ്ട് അല്ലേ, 10 milliampere. Then IG is given. ID എത്രയാണ്? 4.9 milliampere. Then VGS is given minus 1.8 volt. നോക്കൂ, ഒരു ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ID is equal to, ഇക്വേഷൻ അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം തൊടാൻ പോലും പറ്റില്ല. IDSS into 1 minus VGS divided by VP the whole square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമ്മുടെ ആൾക്കാരെല്ലാം കയ്യിലുണ്ട്. ID ഉണ്ട് 4.9, IDSS കയ്യിലുണ്ട് എത്രയാണ്? 10 ആണ്. 1 minus 1.8 divided by VP the whole square. And നമ്മുടെ VP actually it will be equal to VDS. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് VP കണ്ടുപിടിച്ചാൽ VP will be equal to VDS എന്നാണ്. അപ്പോൾ അതിന്റെ ആൻസർ 2.1 വോൾട്ട് എന്നാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ. അപ്പോൾ ആ ഒരു ഫെറ്റും ജെഫെറ്റും ആ ഒരു മേഖലയിലുള്ള കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വരാം. ക്വാണ്ടം മെക്കാനിക്സിന് 7 മാർക്കാണ് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കണ്ടന്റ് ഉണ്ട്. അതായത് വെക്ടർ സ്പേസ് എന്താണ്, ഹിൽബർട്ട് സ്പേസ് എന്താണ്, ഓപ്പറേറ്റേഴ്സ് ഇഷ്ടം പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഭാഗമാണ്. എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് ചോദിക്കില്ല, ഹെർമീഷ്യനായ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് കിട്ടണമെങ്കിൽ ആക്ച്വലി ഒരു 10 കൊല്ലത്തെ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 5 കൊല്ലമെങ്കിലും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു മോഡൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ജെ വെച്ചിട്ടുള്ള കളികളാണ് അല്ലെ. മൊത്തം ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റർ, ടോട്ടൽ ആംഗുലർ മൊമെന്റം, അതുപോലെ തന്നെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം, എല്ല്, ഇവരൊക്കെ വെച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഐഡന്റിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവിടെ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ്. പിന്നെ പോളിസ്പിൻ മെട്രിക്സുകള്, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ആൻഡ് ടോട്ടൽ ക്രോസ് സെക്ഷൻ. വി ആർ കമ്മിങ് ടു ദ ഏരിയ സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് വന്നു. ഒപ്റ്റിക്കൽ തിയറം എന്താണ്? കഴിഞ്ഞ SO ഫിസിക്സിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്റ്റിക്കൽ തിയറം എന്താണ്? ഹാർമോണിക് പെർട്ടർബേഷൻ എങ്ങനെയാണ് ഒരു ആറ്റം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ അയാളുടെ സ്വഭാവം എന്തായിരിക്കും? അതുപോലെ എന്താണ് സ്റ്റാർക്ക് ഇഫക്റ്റ്, സീമാൻ ഇഫക്റ്റ് അല്ലെ? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, സ്റ്റാർക്ക് ഇഫക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, സീമാൻ ഇഫക്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോൾ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡിറാക് ആണ് അല്ലെ. വെയിൽസ് ഇക്വേഷൻ അവിടെ സൂചിപ്പിക്കുന്നത് ആരൊക്കെയാണ്? ന്യൂട്രിനോസിനാണ് വെയിൽസ് ഇക്വേഷൻ. ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ എന്തുകൊണ്ട് നിലവിൽ വന്നു അല്ലെ? നമ്മുടെ ഈ പറയുമ്പോൾ നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ട് അവിടെ നിലവിൽ വന്ന ആളാണ് നമ്മുടെ ക്ലെയിൻ ഗോർഡൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചാർജ് കറന്റ് ഡെൻസിറ്റീസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇത്രയും ഭാഗങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സിലെ സിലബസിലുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് സെറ്റ്ലി. ഇപ്പൊ തുടങ്ങണം. സെറ്റ്ലിയൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങണം. കാരണം ഓരോ പേജും നമുക്ക് കൂടുതൽ അതിലോട്ട് ആഴങ്ങളിലോട്ട് ഇറങ്ങി അത് പഠിക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സ് സെറ്റ്ലിയൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് എഴുതി പഠിച്ചു തുടങ്ങണം. അതല്ലാതെ ഗ്രിഫിത്തിന്റെ നമുക്ക് PDF കിട്ടും. ഷ്രോഡിഞ്ചേഴ്സ് കാറ്റിന്റെ മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ റെപ്രസെന്റേഷൻ. സോ ഗ്രിഫിത്തിന്റെ ബുക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. നോക്കൂ, കഴിഞ്ഞ തവണത്തെ പരീക്ഷയില് നമുക്ക് വന്ന പോളിസ്പിൻ മെട്രിസസ് എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ്, ഇവരെയാണ് പോളിസ്പിൻ മെട്രിസുകൾ എന്ന് പറയുന്നത് അല്ലെ. സിഗ്മ എക്സ്, സിഗ്മ വൈയുടെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് I സിഗ്മ സെഡ് ആണ്. അപ്പോ സിഗ്മ വൈ, സിഗ്മ സെഡ് എന്താവും? ഇറ്റ് ഈസ് -I സിഗ്മ ഇസഡ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കേണ്ടത് എന്താണ്? സിഗ്മ എക്സ്, സിഗ്മ വൈ പ്ലസ് 2 സിഗ്മ വൈ, സിഗ്മ എക്സിന്റെ വാല്യൂ ആണ്. സിഗ്മ എക്സ്, സിഗ്മ വൈ എത്രയാണ്? I സിഗ്മ സെഡ് ആണ്. പ്ലസ് 2 into I സിഗ്മ സെഡ് അല്ലെ. സോ -2 into -I സിഗ്മ സെഡ്. അപ്പൊ -2 + 1 ഇറ്റ് ഈസ് -I സിഗ്മ സെഡ്.
ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ നമുക്ക് ഒറ്റ മിനിറ്റിൽ ആ ഒരു പ്രോബ്ലം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ശക്തി എന്ന് തന്നെ പറയണം. അത് ആർജിച്ചെടുക്കണമെങ്കിൽ അത്രയും അവരുമായിട്ട് പരിചയം ഉണ്ടായിരിക്കണം. അതിനത്രയും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. വി മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ കണ്ടന്റ്. നല്ലപോലെ കണ്ടന്റ് പഠിച്ചാലേ അതിന് മുകളിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെ? എന്തൊക്കെയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്, വാട്ട് യു മീൻ ബൈ ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ പ്രോസസ്സസ്, അവരുടെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന എൻട്രോപ്പി ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്യുവർലി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആയിട്ടുള്ള സിലബസ് ആണ്. അതായത് എൻട്രോപ്പി ഓഫ് മിക്സിങ്, അവിടെ വരുന്ന ഒരു ഇക്വേഷൻ ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ N1 N2 കൂടി, N1 പാർട്ടിക്കിൾസ്, N2 പാർട്ടിക്കിൾസ്, V1 വോളിയം, V2 വോളിയം, അവിടെ എങ്ങനെ ആ ഒരു മിക്സിംഗ് വരുന്നു എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഗിബ്സ് പാരഡോക്സ് എന്താണ്, എന്താണ് ലയോവലീസ് തിയറം, ഈക്വ പാർട്ടിഷൻ തിയറം എന്താണ് വിരിയൽ തിയറം, ഡെൻസിറ്റി മെട്രിക്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ആദ്യ ഭാഗത്ത് വരുന്ന കാര്യം. പിന്നെ വരുന്ന ആൾക്കാർ കുറച്ച് അപകടകാരികളാണ് എങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വിട്ടുപോയ ഭാഗങ്ങളായിരിക്കും. പക്ഷെ അവന്ന് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അതായത് ഐഡിയൽ ബോർ സിസ്റ്റത്തിന്റെയും ഫെർമി സിസ്റ്റത്തിന്റെയും എനർജി, അവരുടെ റെപ്രസെന്റേഷൻ പ്രൊപ്പോർഷണൽ ടു n⁻²/3 എന്നുള്ള ഐഡിയാസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് പാത്രിയുടെ ബുക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ബുക്ക്, പാത്രിയുടെ ബുക്ക് നല്ല ടെക്സ്റ്റ് ആണ്. നന്നായിട്ട് വായിച്ച് കാര്യങ്ങൾ പിടികിട്ടാൻ മനസ്സിലാക്കാവുന്ന ടെക്സ്റ്റ് ആണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്, ഈ പാത്രിയുടെ ബുക്ക്. ഇനി അടുത്തൊരു സെഷൻ നോക്കൂ, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. അതിൽ ആദ്യത്തെ ഭാഗത്ത് വരുന്നത് 7 മാർക്കാണ് അതിന് അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക്. ആദ്യത്തെ ഭാഗത്ത് ന്യൂക്ലിയർ സൈസ്, ഷേപ്പ്, മാസ്, ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല, നമ്മുടെ ഇഷ്ടപ്പെട്ട ആ ഭാഗങ്ങളൊക്കെ. സെമി എംപിരിക്കൽ മാസ് ഫോർമുല എന്താണ് ഈ പറയുന്ന ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെന്റ് റെപ്രസെന്റേഷൻ എന്താണ്, അതുപോലെ കൺസർവേഷൻ ലോസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിമെട്രീസ് എന്തൊക്കെയാണ്, 8 ഫോൾഡ് വേ റെപ്രസെന്റേഷൻ എന്താണ്, അതുപോലെ ഈ പറയുന്ന ഫിക്സ് ലോ എന്താണ്, പിന്നെ എന്താണ് ഏതൊക്കെ നമ്പേഴ്സിനെയാണ് നമ്മൾ 220 എങ്ങനെയൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട്, മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സിംഗിൾ ക്രിസ്റ്റൽ പവർ ഡിഫ്രാക്ഷൻ മെത്തേഡും, അതുപോലെ തന്നെ ഷെറർ ഇക്വേഷൻ, ഡി ബൈ ഷെറർ ക്യാമറ, ആപ്ലിക്കേഷൻ ഓഫ് XRD, ഈ ഒരു മേഖലയും കൂടി കുറച്ച് അവസാനത്തെ ഭാഗത്ത് വരുന്നുണ്ട്. അതല്ലാതെ ഈ മേഖലയിൽ വരുന്നത് പാർട്ടിക്കിൾ ഫിസിക്സും അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സും ന്യൂക്ലിയസിനെ കുറിച്ചും അതുപോലെ കൺസർവേഷൻ നിയമങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കേണ്ടത്. 7 മാർക്കാണ് വരുന്നത്. ന്യൂക്ലിയർ ഫിസിക്സിന് തയ്യാറിന്റെ ബുക്ക് നല്ലൊരു ബുക്കാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ നമ്മൾ XST ഫിസിക്സിന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ബുക്കുകളൊക്കെ നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ വേണം. അതിന്ന് നമുക്ക് അങ്ങനെ റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണ്, ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ ഈ ഏൺസ് അക്കാഡമിയിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്, അത് അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നമ്മൾ ഈ മറ്റ് നമുക്ക് സോഴ്സുകൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ്, ഇതാണോ അതാണോ വരുന്ന ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്സ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ആ ഐഡിയനെ കുറിച്ച് എന്താണ് നല്ലോണം ബോധേഡ് ആവും. ബോധേഡ് ആയിട്ട് നമ്മൾ കണ്ടന്റ് പഠിക്കുന്ന ഒരാൾക്ക് എന്താണ് കൺഫ്യൂഷൻസ് ഒരിക്കലും അവിടെ ഉണ്ടാവുകയില്ല. അപ്പൊ അതാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ തയ്യാറിന്റെ സ്റ്റാൻഡേർഡ് ആയ ഒരു ബുക്കാണ്. അടുത്ത് നോക്കൂ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. 7 മാർക്കാണ് അവിടെ അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക്. എങ്ങനെയാണ് ഒരു നമ്മുടെ ആ ഒരു സ്ട്രക്ചറിന്റെ മില്ലർ ഇൻഡിസസ് എങ്ങനെയാ കാണുക, എന്താണ് റെസിപ്രോക്കൽ ലാറ്റിസ്, അല്ലെ, അവിടെ വരുന്ന ഡീബൈസ് മോഡൽ ഓഫ് സ്പെസിഫിക് ഹീറ്റ് എന്താണ്, അതുപോലെ ബ്ലോക്സ് ഫംഗ്ഷൻസും ബ്ലോക്സ് ഇക്വേഷൻസും എന്താണ്, ക്രോണി പെൻഡിങ് മോഡൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, അതുപോലെ തന്നെ ഈ ലാംഗവിൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം, അല്ലെ, പിന്നെ നീൽ ബോർ മോഡൽ ഓഫ് ആന്റി ഫെറോ മാഗ്നറ്റിസം, ഇതൊക്കെ ആക്ച്വലി അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസിൽ തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാംഗവിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തിയറി എന്തിനാണ്, ഡയ ആണോ പാരയാണോ ഫെറോ ആണോ എന്ന് ഈ കഴിഞ്ഞ നമ്മുടെ SO ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്.
പിന്നെ നമുക്ക് രസകരമായി പഠിക്കാവുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് അവസാന ഭാഗത്ത്. അപ്പൊ ആദ്യം ക്രിസ്റ്റലിനെ കുറിച്ചും ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ചും സിമ്പിൾ ക്യൂബിക് അല്ലെ, അതുപോലെ ബോഡി സെന്റേർഡ്, FCC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ പാക്കിംഗ് ഫ്രാക്ഷൻ, നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബർ ആറ്റംസ്, അങ്ങനത്തെ കുറെ കാര്യം നമ്മൾ പഠിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ട്. അതിപ്പോ നമ്മൾ ഇതിൽ കറക്റ്റ് റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബ്രെവിസ് ലാറ്റിസുകൾ, അവരുടെ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം. അതൊക്കെ നമുക്ക് ഇപ്പൊ സത്യത്തിൽ പഠിച്ചു തുടങ്ങിയാലേ അതൊക്കെ കവർ ചെയ്യുമ്പോൾ നമുക്ക് അവസാന ഘട്ടത്തിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വഴുകുന്തോറും റിസ്ക് ആണ്. വഴുകുന്തോറും എന്താണ്, നമ്മുടെ പൊസിഷൻ വേറൊരാൾ അവിടെ എക്വയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന തോന്നൽ എല്ലാവരുടെയും ഉള്ളിൽ വരണം, നിർബന്ധമായും വരണം. അപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ കിറ്റലിന്റെ ഒരു റെഡ് കളർ കവറുള്ള ഒരു ബുക്കാണ് ഈ ബാബുറാൻപുരിയുടെ ബുക്കും. ഒരു ഗൈഡ് പോലെ നമുക്ക് കൊണ്ടു നടന്ന് പഠിക്കാവുന്നതാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ കണ്ടക്ടിവിറ്റി, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അല്ലെ. HC = H0 × 1 - T/Tc² എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷന് പ്രൂഫുകളൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വരുന്ന ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഈ പറയാവുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു നോർമൽ സ്റ്റേറ്റും ഒരു ഈ പറയുന്ന മിക്സ്ഡ് സ്റ്റേറ്റ് അല്ലെ, ഇത് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഗ്രാഫും ടൈപ്പ് 2 എങ്ങനെയാണ് അവരുടെ ഒരു സ്വഭാവം എന്നുള്ളതാണ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറുകളെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടറുകളുമെന്നും ടൈപ്പ് 2നെ ഹാർഡ് സൂപ്പർ കണ്ടക്ടറുകളുമെന്നും പറയുന്നു. അതുപോലെ തന്നെ അവരുടെ ഉദാഹരണങ്ങൾ PD, HG, ZN, ഇവിടെ NBN, BA, BI, ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്, ടൈപ്പ് 2നും ടൈപ്പ് 1നും കറസ്പോണ്ടിങ് ആയിട്ട് ഉദാഹരണങ്ങളാണ്. എന്തുകൊണ്ടാണ് അവരെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ടൈപ്പ് 2നെ ഹാർഡ് സൂപ്പർ കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. നോക്കൂ, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറുകൾ കംപ്ലീറ്റ് മേസണറി ഇഫക്റ്റ് അവിടെ പെർഫോം ചെയ്യുന്നു. ടൈപ്പ് 2 ആണെങ്കിൽ ഡസ് നോട്ട് എക്സിബിറ്റ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് മേസണറി ഇഫക്റ്റ്. രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്, HC1ഉം HC2ഉം. ഇവിടെ ഒരു ക്രിട്ടിക്കൽ ഫീൽഡേ ഉള്ളൂ. ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ പോലെ നമ്മൾ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേബിൾ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അത് നമ്മുടെ ഒരു പേപ്പർ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ വരുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് നോക്കൂ, അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. അതിൽ നിന്ന് 70 മാർക്കാണ് നമുക്ക് 7 മാർക്കാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നത്. അതായത് മൊത്തമായിട്ട് നമ്മുടെ ആ ഒരു 70 മാർക്കാണ് സിലബസ് പോർഷൻ വരുന്നത്. ഇവിടെ നമുക്ക് നോൺ റിജിഡ് റൊട്ടേറ്റർ, ബോൺ ഓപ്പൺഹീമർ അപ്രോക്സിമേഷൻ എന്താണ്, അതുപോലെ എന്താണ് റൊട്ടേഷണൽ സ്പെക്ട്രം റെപ്രസെന്റ് ചെയ്യുന്നത്, രാമൻ സ്പെക്ട്രം, അതുപോലെ രാമൻ ഇഫക്റ്റ് എന്താണ്, ഇൻവേഴ്സ് രാമൻ ഇഫക്റ്റ് റെപ്രസെന്റേഷൻ, ഡെസ്ലാൻഡേഴ്സ് ടേബിൾ. ആ ഭാഗത്ത് നമുക്ക് ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിൽ പോലും പറയാൻ പറ്റില്ല. പിന്നെയുള്ള ഭാഗം എന്ന് പറയുന്നത് ലാർമർ പ്രിസിഷൻ ഫ്രീക്വൻസി എന്താണ്, മോസ്ബീർ സ്പെക്ട്രോസ്കോപ്പി എന്താണ്, ഈ ഭാഗങ്ങളാണ്. അപ്പൊ സ്പെക്ട്രോസ്കോപ്പിന്ന് അത്യാവശ്യം നല്ലപോലെ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഈ പറയുന്ന സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. സ്പെക്ട്രോസ്കോപ്പിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബുക്ക് നമ്മുടെ അരുൾദാസ് സാറിന്റെ ബുക്കാണ്. ഇന്ത്യൻ ഓതറാണ് അരുൾദാസ് സാറിന്റെ ബുക്ക്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അരുൾദാസ് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ലൊരു ബുക്കായിരുന്നു അരുൾദാസ് സാറിന്റെ ബുക്ക് എന്ന് പറയുന്നത്. നല്ലപോലെ വായിച്ച് പഠിക്കാം. അതല്ലാതെ സ്പെക്ട്രോസ്കോപ്പിക്ക് വേറെ ബാങ്ക്വെലിന്റെ ബുക്കൊക്കെ ഉണ്ട്, കുറച്ചുകൂടി കടുകട്ടിയാണ്. ഇത് കുറച്ചുകൂടി നല്ല ബുക്കാണ്, നല്ലപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ബുക്കാണ്. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് മൈക്രോ പ്രൊസസ്സേഴ്സ് ആണ്. മൈക്രോ പ്രൊസസറിനെ നമുക്ക് മാധുറിന്റെ ബുക്കാണ് ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാവുന്ന ബുക്ക്. മൈക്രോ പ്രൊസസറിനെ ആക്ച്വലി 8085-ന്റെയും 8051-ന്റെയും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ എങ്ങനെയാണ് ഓരോ ട്രാൻസ്മിഷൻസ് നടക്കുന്നത്, ഇവരുടെ ഈ പറയുന്ന 8-bit 16-bit നമ്പറുകൾ, അതായത് എങ്ങനെയാണ് ഓരോന്നിന്റെ സ്ട്രക്ചർ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. മൈക്രോ പ്രൊസസേഴ്സ് എന്നും 7 മാർക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് മാധുറിന്റെ ബുക്കാണ് മൈക്രോ പ്രൊസസറിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് പഠിച്ചേ ഈ ഒരു ഭാഗം നമുക്ക് പോകാവുള്ളൂ. കാരണം എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഭാഗം കൂടിയാണ്. അടുത്തത് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ ഒരു 7 മാർക്ക് സുഗമമായി കിട്ടാവുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ലേസറുകളും ലേസറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേസറിന്റെ ഫുൾ ഫോം തന്നെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ്
എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതാണ് നമ്മുടെ ലേസർ എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസർ എന്ന് പറയുന്ന നമ്മുടെ ലേസറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ലേസറുകൾ, വിവിധതരം ലേസറുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അവിടെ വരുന്ന പമ്പിംഗ് മെക്കാനിസം എന്താണ്, അവരുടെ സ്ട്രക്ചർ എന്താണ്, അല്ലെ? ആദ്യത്തെ നമ്മുടെ റൂബി ലേസർ സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണോ, ഗ്യാസ് ലേസർ ആണോ? അതുപോലെ തന്നെ ഹീലിയം നിയോൺ ലേസർ, അതിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ലേസർ അല്ലെങ്കിൽ ഡയോഡ് ലേസർ, അതുപോലെ തന്നെ ഡൈ ലേസർ എന്താണ്, ഡൈ ലേസറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഹോളോഗ്രഫി, ആ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. അവിടെ ഹോളോഗ്രഫിയിൽ ലൈറ്റിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ ഈ പറയുന്ന ആക്സെപ്റ്റൻസ് ആംഗിൾ, അതായത് തീറ്റ എ, അതും ന്യൂമറിക്കൽ അപ്പർച്ചറും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ന്യൂമറിക്കൽ അപ്പർച്ചർ സൈൻ ഓഫ് തീറ്റ എ, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള്, ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഗ്രേഡർ ഇൻഡെക്സ് ഫൈബറും തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് നമ്മളെ വല്ലാതെ കുഴപ്പിക്കാതെ, ഒരുപാട് ടിസ്റ്റ് വിട്ടൊന്നും ചോദിക്കാതെ 7 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന പ്രയോഗം. അപ്പോൾ ഈ പറഞ്ഞ 10 പേപ്പർ 7 മാർക്ക് ഈച്ച് പേപ്പറിന്, 10 × 7 70 മാർക്ക്. 70-ൽ ഒരു 60 മാർക്ക് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓരോ പേപ്പറിനും നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അജോയ് ഘട്ടക്കിന്റെ ബുക്കാണ് നമുക്ക് ഒപ്റ്റിക്സിന് ഫോളോ ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ബ്രിജ്ലാൽ ആൻഡ് സുബ്രഹ്മണ്യത്തിന്റെ ബുക്ക് നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ഈ അക്കാഡമിയിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ബുക്കുകൾ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഈ ബുക്സ് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഇവിടുത്തെ ക്ലാസ്സുകൾക്ക് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ 70 മാർക്കാണ് സബ്ജക്റ്റിന് വരുന്നത് ഈ ഒരു മേഖലയിൽ നിന്ന്. അത് കൂടാതെ 30 മാർക്കുമുണ്ട്. ആ 30 മാർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. അതിൽ 10 മാർക്ക് റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തു നിന്നാണ് 10 മാർക്ക് വരുന്നത്. റിസർച്ച് മെത്തഡോളജിയിൽ 5 മാർക്ക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 5 മാർക്ക്, അങ്ങനെ 10 മാർക്ക് അവിടെ വരുന്നു. പിന്നെ ഈ പാർട്ട് 2 സെഷനിലാണ് ഈ ഭാഗങ്ങൾ വരുന്നത്. സോഷ്യൽ വെൽഫെയർ, അതുപോലെ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ്, റിനൈസൻസ് ഇൻ കേരള, ഇത് വരുന്നത് ഈ പാർട്ട് 3 സെഷനിലാണ്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ റിനൈസൻസ് ഇൻ കേരള, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. അവിടെ വരുന്നത് 10 മാർക്കാണ്. അപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 10, ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ് ഒക്കെ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് 10, 10 20ആയി. അതുപോലെ തന്നെ GK, ജനറൽ നോളേജ്. സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 10, കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ് ഒക്കെ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് 10, GK ജനറൽ നോളേജ് അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സ്, GK ഓർ കറന്റ് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് 10 മാർക്ക്. 30 മാർക്കാണ് ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 70 മാർക്ക് സബ്ജക്റ്റിനും വരുന്നു, 30 മാർക്ക് നമ്മുടെ ഈ പറയുന്ന അതർ, അതായത് ഈ പറഞ്ഞ നമ്മുടെ മറ്റു മേഖലയിൽ നിന്നും, അതായത് റിനൈസൻസ്, കറന്റ് അഫയേഴ്സ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഈ ഭാഗത്തു നിന്നും ഈ പറയുന്ന 30 മാർക്ക് വരുന്നു. അപ്പൊ 70 + 30 ദാറ്റ് ഈസ് 100. 100 മാർക്ക് ഉള്ള PSC എക്സാമിന് നമ്മുടെ XST ഫിസിക്സ്, നമ്മളെ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് XST ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുകയാണ്. നമുക്ക് 70 മാർക്ക് സബ്ജക്റ്റിനും അതുപോലെ തന്നെ നമുക്ക് 30 മാർക്ക് നമ്മുടെ ഈ പറയുന്ന BEd റിലേറ്റഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന കറന്റ് അഫയേഴ്സ്. BEd റിലേറ്റഡ് നമുക്ക് പറയാൻ പറ്റില്ല, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ BEdൽ വരുന്നുണ്ട്. അതല്ലാതെ റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ മേഖലയൊക്കെ നമ്മൾ വേറെ പഠിച്ചുണ്ടാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ GK, കറന്റ് അഫയേഴ്സ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്ന് മുതൽ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു നോട്ട് എഴുതി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ XST ഫിസിക്സിന്റെ ആ ഒരു കാര്യങ്ങൾ കിടക്കുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് നിയമസാധ്യതകൾ, നിയമനം, നമുക്ക് ഈ പറഞ്ഞു. വീണ്ടും നിങ്ങൾ അത് സാധ്യതയുണ്ടോ എന്ന് സംശയിച്ച് നിൽക്കേണ്ട ഒരു അവസരമല്ല ഇത്. ഉറപ്പായിട്ടും മാസമായിട്ടൊരു റിട്ടയർമെന്റ് വരുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് നമ്മുടെ ലിസ്റ്റ്, ഈ ലിസ്റ്റ് ആയിരിക്കും നമ്മൾ അവിടെ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് വില കൊടുത്തും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നല്ലൊരു പോസ്റ്റാണ്. നേരിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗസറ്റഡ് റാങ്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ ഗ്ലോറിയസ് ആയ അധ്യാപനം എന്ന മഹത്തായ ഒരു കർമ്മത്തിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അതിന് ആ ഒരു എഫേർട്ട് തന്നെ കൊടുക്കണം അവിടെ, അല്ലെ? അപ്പൊ അതിനൊരു ഇരട്ടി മധുരം നമുക്ക് ഉണ്ടായിരിക്കുക. കാരണം മറ്റിപ്പോ നമ്മുടെ UPSA, HSA അതിനേക്കൊക്കെ ഉയരത്തിലാണ് ആക്ച്വലി XST ഫിസിക്സ് എന്ന് പറയുന്നത്. സാലറി വൈസ് ആണെങ്കിലും
ഈ പറയുന്ന കുട്ടികളാണെങ്കിലും ഒരു നല്ല ഒരു ഇരുത്തം വരുന്ന ഒരു മിഡിൽ അല്ലെ, അങ്ങോട്ടും അല്ല ആ ഒരു പ്രായത്തിൽ എന്നാൽ കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രായമായിരിക്കും അത്. അപ്പൊ ആ പ്രായത്തിലെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ആ പ്രായത്തിൽ നമ്മൾ അത് പിടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ട്രാൻസിഷൻ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നല്ലപോലെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഈ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പറ്റും. നമ്മളാണെങ്കിലും പഠിച്ചപ്പോൾ ആ സമയത്ത് ടീച്ചർമാര് നമുക്ക് കുറച്ച് കൂടുതൽ ഒരു ഇതായിരിക്കും. കാരണം ആക്ച്വലി വി ആർ ഗോയിങ് ത്രൂ സച്ച് എ സ്റ്റേജ്. സോ അപ്പോൾ ആ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് HSC ഫിസിക്സ് എന്ന് പറയുന്നത് നല്ലൊരു പോസ്റ്റാണ്, ഗ്ലോറിയസ് ആയ ഒരു പോസ്റ്റാണ്. നമ്മുടെ ലൈഫിന്റെ ആ ഒരു സ്റ്റൈലെ അല്ലെങ്കിൽ ആ ഋതമേ മാറ്റാൻ പറ്റുന്ന അല്ലെ, ബാക്കി നല്ലൊരു സ്റ്റൈലാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലെ നമുക്ക് മാറ്റാം. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പരീക്ഷയാണ് ഈ പറയുന്ന HSC ഫിസിക്സ് എന്ന് പറയുന്നത്. നല്ലൊരു പോസ്റ്റാണ്. അക്കാഡമിയിൽ ഫിസിക്സിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. റെക്കോർഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ PDF നോട്ടുകളും ക്വസ്റ്റ്യൻസും അതുപോലെ മോക്ക് ടെസ്റ്റുകളും മെന്റർഷിപ്പ് ബാച്ചുകളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ലിസ്റ്റിൽ HSC ഫിസിക്സ് ലിസ്റ്റിൽ നിങ്ങൾക്കും എത്താൻ സാധിക്കട്ടെ. ആദ്യത്തെ ഒരു 20-25 എത്തും ഞാൻ എന്ന് ഉറച്ചായ തീരുമാനം. അതാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷനെക്കാട്ടിലും ഇന്റേണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇന്റേണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഇത് നമുക്ക് വേണം എന്നുള്ള ഒരു ചിന്ത ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നല്ലപോലെ പരിശ്രമിക്കുക. അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.